നോക്കൂ, ഇന്ന് ഞാൻ ആ ഒരു ഓഡിയോ ക്ലിപ്പ്, അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ വാക്കുകളും മുഖഭാവവും ഒക്കെ കാണിക്കുന്നത് പൂർണ്ണമായ ശാരീരിക മാനസിക അനാരോഗ്യമാണ്. കാരണം നല്ല മാനസികാരോഗ്യമുള്ള ഒരാളും ഒരു സ്തുതിയെ നിന്ദിച്ചുകൊണ്ട് സ്വീകരിക്കില്ല. അപ്പൊ ആ പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തി വളരെ നല്ല രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും പറയുന്ന അങ്ങയുടെ പ്രഭാഷണത്തിന് നന്ദി, അങ്ങയുടെ ഈ ഒരു നല്ല വാക്കുകൾക്ക് നന്ദി എന്നൊക്കെ പറയുമ്പോൾ മിണ്ടാതെ അങ്ങ് പോയാൽ മതി. ചെയ്യാതെ അമ്മാതിരി ഇത് കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ വളരെ മോശപ്പെട്ട ആ സ്ഥാനത്തിരിക്കാൻ, മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് താനെന്ന് ഇത് പണ്ടേക്ക് പണ്ടേ തന്നെ നമ്മുടെ സത്യൻ അന്തിക്കാട് പറഞ്ഞു വെച്ച കാര്യമാണ്. നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല വിജയ എന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല വിജയ എന്ന് ശ്രീനിവാസനോട് മോഹൻലാൽ പറയുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഈ കാര്യം. കാരണം ഇതിനെ ഈ സ്ഥാനത്തിരിക്കാൻ താൻ എത്രത്തോളം അയോഗ്യനാണെന്ന് ഓരോ ദിവസവും ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഏതായാലും ഇന്ത്യയിലില്ല, ഭാരതത്തിൽ വേറെ ആളില്ല. ഇപ്പൊ നോക്കൂ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ശാരീരികമായ ആരോഗ്യമുള്ള ഒരാൾ, ആയുർവേദ പ്രകാരം ശാരീരികമായ നല്ല ആരോഗ്യമുള്ള ഒരാൾ, മാനസികമായി നല്ല ആരോഗ്യമുള്ള ഒരാൾ, അയാൾ എപ്പോഴും സത്വഗുണത്തെയാണ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുക. സത്വഗുണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റു പ്രകോപനങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾ പരമാവധി ശാന്തതയോടെ മറുപടി പറയാൻ ആഗ്രഹിക്കും. പക്ഷെ അതേ സമയത്ത് ഇവിടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. വാക്കുകൊണ്ട് ചെയ്യപ്പെടുന്ന പാപം തന്നെയാണ്. നമ്മുടെ സനാതനധർമ്മത്തിൽ കായികം, വാചികം, മാനസികം ഈ 3 തരത്തിലുള്ളതും പാപം തന്നെയാണ്. കേവലം ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല, വാക്കുകൊണ്ട് ചെയ്യപ്പെടുന്നതും പാപം തന്നെയാണ്. മുഖ്യമന്ത്രി നമ്മളാരും കണ്ടിട്ടില്ലാത്ത ശബ്ദം മാത്രം കേട്ടിട്ടുള്ള ആ സ്ത്രീയുടെ മനസ്സിനെ അങ്ങേയറ്റം മുറിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവരാണ് സ്ത്രീ സ്വാതന്ത്ര്യം, നവോത്ഥാന മതില്, അതുപോലെ സ്ത്രീകൾ മുഖ്യമന്ത്രി തന്നെ ശബരിമല വിഷയത്തിൽ പറഞ്ഞല്ലോ, സ്ത്രീകൾ ബസ് പിടിച്ച് ചൊവ്വയ്ക്ക് പോകാൻ തുടങ്ങിയെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. സ്ത്രീകൾ ഇവിടുന്ന് സ്ത്രീ അപ്പൊ ഞാനന്ന് പ്രസംഗിച്ചിരുന്നു, അത് തലശ്ശേരി അടുത്തുള്ള ചൊവ്വയാണെന്ന് പറഞ്ഞു. അതായത് ഇവിടുന്ന് സ്ത്രീകൾ ചൊവ്വയ്ക്ക് പോകാൻ തുടങ്ങി, എപ്പോഴാണ് ഇവിടെ ശബരിമല കയറണോ വേണ്ടെന്ന് ആലോചിക്കുന്നതാണ്. അപ്പൊ നവോത്ഥാനം പറയുന്ന ഈ കമ്മിക്കൂട്ടങ്ങൾ മുഴുവൻ തന്നെയും ഒന്നാം തരം പിന്തിരിപ്പന്മാരാണെന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവരുടെ മുത്തപ്പനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ശരീരഭാഷ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ വിരട്ടുന്ന രീതിയിൽ ആ സ്ത്രീയോട് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അനാരോഗ്യമാണ് അദ്ദേഹത്തിന്റെ ഫിസിക്കലിയും മാനസികമായും മെന്റലിയും അദ്ദേഹം അൺഫിറ്റ് ആണ് എന്ന് തെളിയിക്കുകയാണ്. അല്ല വിദ്യാസാഗർ, ഇപ്പോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ കയർത്ത് സംസാരിക്കാതെ മര്യാദയ്ക്ക് പറയാലോ, അങ്ങനെയുള്ള കമന്റ് ഒന്നും വേണ്ട, നിങ്ങൾ അടുത്തയാളെ വിളിച്ചാൽ മതി എന്ന് പറയാലോ, അല്ലേ? അല്ല, അതെന്തുകൊണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, അനാരോഗ്യം എന്ന് പറഞ്ഞാൽ മനസ്സിന് അസ്വസ്ഥത തുടങ്ങിയിട്ട് കുറെ കാലം. അടിയിൽ കനമില്ലാത്തതിന്റെ ആവാം, മടിയിൽ ഒട്ടും കനമില്ലാതെ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാവാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വരട്ടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വെറുതെ കടിക്കുന്ന മൃഗങ്ങൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഫിസിക്കൽ പെയിൻ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുണ്ടാവാം. വെറുതെ ഉപദ്രവിക്കുന്ന ഒരു ജീവി എന്ന രീതിയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി തരം താഴുകയാണ്. അപ്പൊ ഇത് നോക്കൂ, യഥാ രാജ തഥാ പ്രജ എന്നുള്ള പഴയ ചൊല്ല് വളരെ വളരെ അന്വർത്ഥമാണ്. കാരണം മുഖ്യമന്ത്രി, ഈ സ്റ്റേറ്റിന്റെ ഹെഡ് ആയിരിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള അപക്വമായ വികാരാത്മകമായ അല്ലെങ്കിൽ വികാര വിസ്ഫോടനം വരുന്ന രീതിയിൽ പ്രതികരിച്ചാൽ, ആഭ്യന്തരമന്ത്രി കൂടിയായ അദ്ദേഹം ഭരിക്കുന്ന പോലീസ് വകുപ്പ് ഇപ്പൊ തന്നെ അറിയാലോ, അവർ പോയിക്കൊണ്ടിരിക്കുന്ന ദിശ ഏതാണ്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും, എല്ലാ വകുപ്പുകളിലേക്കും, എല്ലാ വകുപ്പ് തലവന്മാരിലേക്കും ഈ ഒരു ധാർഷ്ട്യം നിറഞ്ഞ സമീപനം പകർന്നു കൊടുക്കുകയാണ് നിർബാധം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ്, മുഖ്യമന്ത്രിയെ മാതൃകയാക്കിക്കൊണ്ടാണ് മറ്റു മന്ത്രിമാർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർക്കെല്ലാം ഈ കേരളം എന്ന സംസ്ഥാനം മുഴുവൻ തന്നെയും കേരളത്തിന്റെ രാജാവ്, ഞാനിന്ന് തമാശയ്ക്ക് എഴുതിയിരുന്നു, സാമൂതിരി, അതുപോലെ തന്നെ കോലത്തിരി എന്നൊക്കെ പറയുന്നവർ എന്തോ ഒരു സാധനമാണ് എന്താ അമ്മാതിരി. ഞാൻ കണ്ടു. ഇയാളൊരു വലിയ രാജാവാണെന്ന് പോലെയാണ് പറയുന്നത്. അമ്മാതിരി. അപ്പൊ ഇനി അമ്മാതിരി വിജയൻ എന്ന് വിളിക്കേണ്ടി വരും. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട. എന്തിനാ അമ്മാതിരി? ആ സ്ത്രീ എന്താണ് പറഞ്ഞത്? സർ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സ്പീച്ച്. ഇത് വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള, വളരെ സംസ്കാര മഹിമ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാചകമാണ്.
അതിൽ ഇയാൾ എന്ത് തെറ്റാണ് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കാരണമില്ലാതെ കടിക്കുന്ന ഒരു മൃഗത്തിന്റെ അവസ്ഥയിലേക്ക് ഒരാളുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് ചിത്തസ്ഥിരതയില്ലെന്നോ, അല്ലെങ്കിൽ നമ്മളൊക്കെ വാടക ചീട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആധാരം എഴുതുമ്പോൾ ഒക്കെ എഴുതുമല്ലോ, ഇന്നയാൾ ഇത്ര വയസ്സ്, സ്വസ്ഥം എന്ന് എഴുതും. സ്വസ്ഥം എന്നൊരു വാക്ക് എഴുതും. ആ സ്വസ്ഥം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും എന്താണെന്ന് വെച്ചാൽ സെൽഫ് കൺട്രോൾ ഉള്ള ആളാണ്, ഭ്രാന്തി ഇല്ലാത്തവനാണ്. ഇവന് ഭ്രാന്തി ഇല്ലാത്ത സമയത്താണ് ഇവനത് വായിച്ച് ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ് വാലിഡ് ആണെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി സ്വസ്ഥനല്ല, അസ്വസ്ഥനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.